അപ്പോൾ നമ്മുടെ ഒരു കുഞ്ഞു പെരുന്നാൾ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ രാവിലെ തന്നെ ഉമ്മ ചിക്കൻ ഫ്രൈ സംഭവങ്ങളൊക്കെ റെഡിയാക്കുന്നുണ്ട്. വാപ്പ ഇത് ഫോട്ടോ എടുക്കാൻ വേണ്ടി പോയതാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്തതാണ്. അതൊക്കെ കഴിഞ്ഞ് വാപ്പ പള്ളിയിലേക്ക് പോയി. പിന്നെ മോന് കുറച്ച് കഴിഞ്ഞിട്ട് പോകുന്നുള്ളൂ, കാരണം അവർ റെഡി ആയിട്ടില്ല. അപ്പോൾ വാപ്പ വേഗം തന്നെ പോയിട്ടുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ മോനും റെഡിയായി വന്നപ്പോൾ ഞാൻ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ആ സമയത്തിൽ പിള്ളേരെ കിട്ടുള്ളൂ. പിന്നെ അവർ പോയി കഴിഞ്ഞാൽ പിന്നെ ഇപ്പോഴൊന്നും വരില്ല, പിള്ളേരുടെ ഒക്കെ കൂടെ കറങ്ങി അടിച്ചിട്ടൊക്കെ വരുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ എന്താ പറയുക, പിള്ളേരെ കുഞ്ഞു മക്കളെയൊക്കെ മാറ്റി കൊടുത്തു. മോളും മോനും ഒക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പെരുന്നാളായപ്പോൾ ഹസ്ബൻഡ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതുപോലെ തന്നെ അപ്പുറത്തെ ഷുക്കൂർക്കൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മൾ ആ പള്ളി പോകുന്ന സമയമാകുമ്പോഴത്തേക്കും എല്ലാവരും റെഡിയായി. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി. പിന്നെ നമ്മൾ തറവാട്ടിലേക്ക് പോകും. അങ്ങനെയാണ് സാധാരണ ചെയ്യില്ല. അപ്പോൾ നമ്മളിന്ന് ഒരുപാട് ഐറ്റംസ് ഒന്നും ഉണ്ടാക്കിയില്ല. ബീഫ് ഫ്രൈ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, ബിരിയാണി, പിന്നെ സാലഡ്, അതൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. കാരണം എന്താ വെച്ചാൽ നമ്മൾ 1 മണിയാകുമ്പോഴത്തേക്കും നമുക്ക് റെയിൽവേ സ്റ്റേഷനിൽ എത്തണം. അനിയത്തി വരുന്നുണ്ട്, അപ്പോൾ അവളെ കൂട്ടാൻ പോകണം. അപ്പോൾ കൂടുതൽ സമയം നമുക്കില്ല. 11 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ട ആവശ്യമുണ്ട്. അങ്ങനെ നമ്മളെല്ലാവരും കൂടി ഇത് നേരെ റെയിൽവേ സ്റ്റേഷനിലേക്കാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ വണ്ടി കയറിയപ്പോൾ തന്നെ പിള്ളേരൊക്കെ ഉറങ്ങിയിട്ടുണ്ട്. നല്ല ക്ഷീണമൊക്കെ ഉണ്ട്. ബിരിയാണിയൊക്കെ തിന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു ക്ഷീണം എന്തായാലും ഉണ്ടാവില്ല. അപ്പോൾ അത് കഴിഞ്ഞ് അവരൊക്കെ ഉറങ്ങിയിട്ടുണ്ട്. അങ്ങനെ നമ്മളിത് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. അനിയത്തിയും മോനും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ തന്നെ പെരുന്നാൾ സാധാരണ കുറേ വർഷങ്ങളായി ഉണ്ടായപ്പോൾ തൊട്ടേ എങ്ങനെയാണ്, നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കില്ല. ആ സമയത്തേക്ക് നമ്മൾ ബിരിയാണി റെഡിയാക്കി അത് കഴിച്ച് നമ്മൾ തറവാട്ടിലൊക്കെ പോകും. അങ്ങനെയാണ് ചെയ്യുക. കൂടുതൽ ഡെക്കറേഷൻസ് ഒന്നുമില്ല, ഒരുപാട് ഐറ്റംസ് ഉണ്ടാക്കുക അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇതേ അവൾ വരുന്ന സമയത്ത് കുറച്ച് പഴംപൊരിയും പിന്നെ എന്തൊക്കെയോ സ്നാക്സൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഞങ്ങൾ കാറിലിരുന്ന് കഴിച്ചു. പിന്നെ നേരെ ഇതേ നമ്മൾ ബാബിൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇന്ന് ഫുള്ള് ഇവിടെ തന്നെ ആയിരിക്കും കേട്ടോ വൈകുന്നേരം വരെ. പിന്നെ എവിടെയും പോകാനൊന്നുമില്ല. ഇവിടെ പിന്നെ നമ്മുടെ കുടുംബക്കാരൊക്കെ ഉണ്ട്. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോവുക, അതൊക്കെയാണ് പരിപാടി. അപ്പോൾ വന്ന് മോനിക്ക് ഞാൻ ഫീഡൊക്കെ ചെയ്തതിന് ശേഷം പിന്നെ ജ്യൂസൊക്കെ കുടിച്ചു. ഇവിടെ പപ്പായ ജ്യൂസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ പപ്പായ ഇങ്ങനെ പാലൊന്നും ഒഴിക്കാതെ ഇങ്ങനെ ജ്യൂസ് അടിച്ച് കുടിക്കാൻ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. അതൊക്കെ കഴിഞ്ഞ് ബാബിൻ്റെ മോള് നമ്മുടെ കസിൻ, അവൾ റെഡി ആയിട്ടുണ്ടായിരുന്നില്ല. മേലെ ഇത് അവളുടെ മണിയറയാണ് കേട്ടോ. മുമ്പ് ഞാൻ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുള്ളതാണ്. അവളുടെ റൂം ടൂർ തന്നെ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കയറി കഴിഞ്ഞാൽ പിള്ളേർ ആന കരിമ്പങ്കാട്ടി കയറിയ അവസ്ഥയാണ് കേട്ടോ. മൊത്തം നശിപ്പിച്ച് കളിയും. കാരണം കുറേ സാധനങ്ങളുണ്ട്, ഡെക്കോർ ഐറ്റംസ്, കുഞ്ഞു കുഞ്ഞു ഐറ്റംസൊക്കെ ഉണ്ട്. അതിലൊക്കെ പിടിച്ച് കളിക്കലാണ് മെയിൻ പരിപാടി. അപ്പോൾ അവൾ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ കുറേ ഫോട്ടോസൊക്കെ എടുത്തു അവിടെ. കാരണം അവിടെ ഇരുന്ന് എടുക്കുമ്പോൾ ഒരു പ്രത്യേക രസമാണ് കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു തറവാട്ടിൽ നിന്നൊക്കെ. അത് കഴിഞ്ഞ് നമ്മൾ ഫുഡൊക്കെ കഴിക്കാൻ പോയി. അപ്പോൾ ഇവിടെയാണെങ്കിലും ഫ്രൈഡ് ചിക്കൻ ബിരിയാണിയും പിന്നെ ബീഫ് ഒരു മസാല പോലെ ആക്കിയിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അതും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഓൾറെഡി കഴിച്ചതാണ് രാവിലെ. പിന്നെ ഇത് ഉച്ചയ്ക്ക് നമ്മൾ കഴിക്കുന്നത്. അപ്പോൾ കുറച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ വീണ്ടും നമ്മൾ പുറത്തൊക്കെ പോയി കുറേ ഫോട്ടോ സെഷനൊക്കെ കഴിഞ്ഞു. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ മോള് ഡ്രസ്സൊക്കെ മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവൾ പഴയ അതേ വേഷത്തിൽ തന്നെ എത്തിയിട്ടുണ്ട്. പിന്നെ ഇവിടെ പാലട പായസം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, അതൊക്കെ കുടിച്ചു. പിന്നെ പിള്ളേർ കുറച്ച് നേരം ഇരുന്ന് TV ഒക്കെ കണ്ട് അതൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ വീട്ടിലേക്ക് വന്നത്. അപ്പോൾ നമ്മുടെ പെരുന്നാൾ ഇതാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ ഷെയർ ചെയ്യുക, എന്തായിരുന്നു സ്പെഷ്യൽ എന്നൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.